ഉപവാസത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചു ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ പകുതി കടന്നിരിക്കുക. ഇന്ന് ബഹ്റൈനിൽ 16ാമത്തെ നോമ്പും ഏഷ്യ ബഹ്റൈൻ്റെ 16ാമത്തെ സന്ദേശവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പേ നാം ഉള്ളത്. എല്ലാ ദിവസവും പറയുന്നത് പോലെ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് നോമ്പ്. അതുതന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസിയും കപടവിശ്വാസിയും. സാധാരണ ഈ വിശ്വാസത്തിൻ്റെ വിഷയത്തിൽ കപടവിശ്വാസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതായത് കാപട്യം, തൻ്റെ വിശ്വാസത്തെ പുറത്തു കാണിക്കുകയും എന്നാൽ അതിന് വിരോധമായിട്ട് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും മനസ്സിൽ ഒളിച്ചു വെക്കുകയും ചെയ്യുന്നതിനെയാണ് കപടവിശ്വാസി എന്ന് എല്ലാ മതത്തിലും എല്ലാ ഇതിലും പറയാറുള്ളത്. ഇവിടെ കപടവിശ്വാസിയെക്കുറിച്ച് ഇസ്ലാമിൽ കണ്ട കാഴ്ചപ്പാട്, കപടവിശ്വാസി എന്ന് പറയുന്നവന് വിശ്വാസം ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് വെക്കുകയും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നല്ല വിശ്വാസിയാണ്, ഭയങ്കര നിസ്കാരമാണ്, നോമ്പാണ്, പക്ഷേ പ്രവർത്തനത്തിൽ ആയത്തുൽ മുനാഫിഖ്, കപടവിശ്വാസിയുടെ അടയാളം ഇത് ഹദ്ദത കദബ, ബാഹ്യ ജീവിതത്തിൽ ഒരുപാട് കളവുകൾ പറയും. ഇത് തുമിന ഖാന, എന്തെങ്കിലും അവനെ ഒരു 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 ഏൽപ്പിച്ചാൽ, വിശ്വസിച്ചേൽപ്പിച്ചാൽ അതിലവൻ ചതിക്കും. ഇത് അവാദ അഖ്ലഫ, വാഗ്ദാനങ്ങൾ നൽകിയാൽ അതിന് മാറ്റം ചെയ്യും. അവൻ കപടവിശ്വാസി എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇവൻ്റെ പ്രവർത്തനത്തിൽ, പ്രാർത്ഥന വിഷയത്തിൽ ഒന്നും തന്നെ ഇല്ല, ജീവിതത്തിൽ കളവും. ഇതാ ഹജ്ജത്തൊക്കെ എല്ലാത്തിലും കളവും ചതിയും. ഇത് അവാദ അഖ്ലഫ, എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ മാറ്റം ചെയ്യും. സത്യസന്ധനാണെന്ന് കരുതി എന്തെങ്കിലും ഏൽപ്പിച്ചാൽ അതിന് ചതിക്കും. അപ്പം ഇവിടെ പ്രവാചകൻ്റെ ഭാഷയിൽ പടച്ചവരോട് മാത്രം ഭയങ്കര നിസ്കാരം, ഭയങ്കര നോമ്പ്, ബാഹ്യ ജീവിതത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇതാരോടാ? മനുഷ്യരോട്. ജാതിയോ മതമോ ഒന്നും പ്രവാചകൻ പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ റമദാൻ്റെ വിഷയത്തിൽ പോലും പ്രവാചകൻ കള്ളം പറയാവോ? മുസ്ലിം അല്ലാത്തവനോട് കള്ളം പറയാവോ? മുസ്ലിം അല്ലാത്തവനെ ചതിക്കാവോ? അങ്ങനെ ചതിച്ചാൽ അവൻ മുസ്ലിമാവുമോ? അപ്പം ഇവിടെ സഹോദരങ്ങളെ, വിശ്വാസിയും കപടവിശ്വാസിയും പ്രവാചകൻ്റെ ഭാഷയിൽ കപടവിശ്വാസി ആയിത്തീരുന്നത് മനുഷ്യൻ്റെ ബാഹ്യമായ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ അവൻ സൂക്ഷിച്ചില്ലെങ്കിൽ, മനുഷ്യരെ ഇല്ലാതായിക്കളയുന്ന, ഈ ലോകം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവൻ കൊണ്ടു നടക്കുന്നതെങ്കിൽ അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ പോലും, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇതാ സല്ലാ വസാമ വസാമാന്നഹും, അവൻ നിസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ഞാനൊരു വിശ്വാസിയാണെന്ന് അവൻ അവകാശപ്പെട്ടാലും അവൻ കപടവിശ്വാസി എന്നാണ്. ഇതിൻ്റെ അർത്ഥം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ഉദ്ദേശം. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ ഉദ്ദേശം. ഒരിക്കൽ കൂടി പറയട്ടെ, ഈ കപടവിശ്വാസം കൊണ്ട് പടച്ചവന് ഒരു നഷ്ടവുമില്ല. ആരാണ് നഷ്ടപ്പെടുന്നത്? തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ ജീവി, ഈ ലോകം നശിക്കും. അതൊരിക്കലും പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് പഠിക്കുവാൻ, പകർത്തുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. റമദാൻ്റെ 16ാം ദിവസത്തെ ആശംസകളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.